ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം. ദൈവമായിട്ടുള്ള എൻകൗണ്ടർ അത് ഓരോ വ്യക്തികളുമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ദൈവം എപ്പോഴും ഒന്ന് തന്നെയാണ്. ദൈവത്തിന് യാതൊരു ചേഞ്ചും ഇല്ല. ചില ആളുകൾ ചിലപ്പോൾ പറയും പഴയ നിയമത്തിൽ ദൈവം പെർപ്പച്വലി ആംഗ്രി ആയിരുന്നു, എപ്പോഴും കോപിക്കുന്ന ഒരു ദൈവമായിരുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ദൈവത്തിന് ഒത്തിരി വ്യത്യാസം ഉണ്ടായി, ദൈവം അങ്ങ് സ്നേഹിക്കുന്ന ദൈവമായി. അങ്ങനെ ദൈവത്തിന് വ്യത്യാസം ഉണ്ടായതൊന്നുമില്ല. ദൈവത്തിന് ഒരിക്കലും വ്യത്യാസം ഉണ്ടാകുകയില്ല എന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്ന് തന്നെയല്ല, നമുക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വ്യത്യാസം. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് അനുസരിച്ച് ദൈവം, നമ്മളൊരു പക്ഷേ ദൈവത്തിന് വ്യത്യാസം ഉണ്ടെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മാർക്ക് ട്വെയിൻ വളരെ സരസമായി കാര്യങ്ങൾ പറയുന്നതിന് വളരെ മിടുക്കനായ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ളതിനുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആദ്യം ഒന്ന് ഇംഗ്ലീഷിൽ പറയാം. When I was 14 years old, my father was ignorant. He couldn't understand what I used to say. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ ഒരു മണ്ടനായിരുന്നു. ഞാൻ എന്തോ പറഞ്ഞാലും അങ്ങേർക്ക് മനസ്സിലാകത്തില്ല. When I became 35, my father learned a lot of things. എനിക്ക് 35 വയസ്സായപ്പോൾ അപ്പൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അന്നേരം ഞാൻ എന്തോ പറഞ്ഞാലും അങ്ങേർക്ക് മനസ്സിലാകുമെന്ന്. ആർക്കാ വ്യത്യാസം ഉണ്ടായത്? അപ്പനാണോ മകനാണോ? പക്ഷേ അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായിട്ട് പറഞ്ഞാണ്, 14 വയസ്സുള്ളപ്പോൾ ഞാൻ എന്തോ പറഞ്ഞാലും എൻ്റെ അപ്പന് മനസ്സിലാകത്തില്ല, എൻ്റെ അപ്പനൊരു മടനായിരുന്നു. പക്ഷേ എനിക്ക് 35 വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്തോ ആണെങ്കിലും മനസ്സിലാകും. ഇതുപോലാണ് ദൈവത്തിന് വ്യത്യാസമുണ്ടായി എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ ദൈവം പഴയ നിയമത്തിൽ എപ്പോഴും ദേഷ്യപ്പെടുന്നവനും പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് ദൈവം അങ്ങ് സ്നേഹിക്കുന്നവനുമായി എന്നുള്ള കൺസെപ്റ്റ് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് എൻകൗണ്ടർ, മനുഷ്യന് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതിൻ്റെ ആ ടോണിൽ അവിടെ നമ്മൾ കാണുന്നത് ന്യായവിധിയുടെ സന്ദേശമാണെങ്കിലും ദൈവം എപ്പോഴും ന്യായവിധിക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യനുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുവരെ വായിച്ച ഒരു സന്ദർഭത്തിലും ദൈവം ന്യായവിധിക്കായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാക്കിയിട്ടില്ല. ഒന്നുകിൽ ആഘോഷമായി ആദമിനോടും ഹവയോടും ചേർന്ന് നടന്നവനായ കർത്താവ് 2 പാപം ചെയ്തപ്പോൾ പോലും അവനെ മടക്കി വരുത്തുവാൻ പരിശ്രമിക്കുന്ന, അവനോട് സംവദിക്കുന്നതായ, അവൻ്റെ സംസർഗം നഷ്ടപ്പെട്ടിട്ടും അവൻ്റെ പുറകെ നടന്നവനെ സ്നേഹം പ്രകടിപ്പിക്കുന്നവനായ ഒരു കർത്താവ്. എന്നാൽ അനുസരിക്കുന്നവരായ ജനങ്ങളെ അവൻ പ്രതിനിധികളായി തെരഞ്ഞെടുത്ത് അവരെ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് അയക്കുന്നു. നോഹയെയും അബ്രഹാമിനെയും, അതുപോലെ പുതിയ നിയമത്തിലാണെങ്കിലും നമ്മയൊക്കെ അവൻ്റെ അംബാസഡേഴ്സായിട്ടാണ്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി അവൻ നമ്മളെ അയക്കുന്നു. അനുസരിക്കുന്നവൻ അവൻ്റെ സ്ഥാനാപതികളാകാണ്. അതിനുള്ള അവകാശം, അവനെ പ്രതിനിധാനം ചെയ്യാനുള്ള അവകാശം കർത്താവ് നമുക്ക് തരുന്നു. സമർപ്പിക്കുന്നവനെ ദൈവം അവൻ്റെ പ്രഭുവാക്കി വെക്കുന്നു എന്നുള്ളതാണ് യാക്കോബിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേപോലെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ അടുത്തതായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-8 വാക്യങ്ങളിൽ കഷ്ടപ്പെടുന്നവരായ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുന്നതായ ചരിത്രം കർത്താവ് തന്നെ അവിടെ പറയുന്ന ഭാഗം, അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോരിയർ, പെരിസ്യർ, ഹിബിയർ, എബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് തന്നെ അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവമാണ് ഇറങ്ങി വരുന്നത്. ദൈവം ഇറങ്ങി വരാൻ കാര്യം എന്താണ്? മറ്റൊന്നുമല്ല, അവൻ്റെ ജനത്തിൻ്റെ കഷ്ടത അവൻ കണ്ടു, അവരുടെ നിലവിളി അവൻ കേട്ടു. അപ്പോൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന അവൻ്റെ ജനങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഇറങ്ങി വന്ന് അവരോട് ചേർന്ന് അവരിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എൻകൗണ്ടർ എന്താണ്? കഷ്ടപ്പെടുന്ന ഇസ്രായേലിനെ രക്ഷിക്കുവാനായിട്ട് മിസ്രയീമിലേക്ക് ഇറങ്ങി വരുന്നവനായ, വിടുവിക്കുന്നവനായ ഒരു കർത്താവ്. എന്ന് തന്നെയല്ല, വീണ്ടും ഇസ്രായേൽ ജനങ്ങളോട് മരുഭൂമിയിലുള്ള അവൻ്റെ ഇടപെടൽ, എൻകൗണ്ടർ, മരുഭൂമിയിൽ അവൻ വിടുവിച്ചിട്ട് മരുഭൂമിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും പോറ്റിപ്പുലർത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ എൻകൗണ്ടർ ന്യായവിധിക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് പറയാൻ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞതായ ചില കാര്യങ്ങളാണ്. മരുഭൂമിയിൽ കർത്താവ് അവരെ
വിടുവിക്കുന്നു. ചെങ്കടലിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ. അവിടെ എന്താണ്, മിസ്രൈമിൻ്റെ ഫറവോൻ്റെയും അവൻ്റെ സൈന്യങ്ങളുടെയും പിടിയിൽ നിന്ന്, അവരുടെ വായിൽ നിന്ന് അവരെ വിടുവിക്കുന്നവനായ ഒരു ദൈവം. അതിനുവേണ്ടി അഗ്നിസ്തംഭവും അഗ്നിത്തൂണും മേഘസ്തംഭവും എല്ലാം അവരുടെ പുറകിൽ പോയി നിന്ന് പോരാടുന്നവനായ, നമുക്ക് പകരമായിട്ട് പോരാടുന്നവനായ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവനായ ഒരു യഹോവ. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും അത് നമ്മൾ കാണുന്നുണ്ട്. എന്തെന്നാൽ അവരെ വഴികാട്ടുവാനായിട്ട് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണും അവർക്ക് മുമ്പായിട്ട് പോകുന്ന, വഴി നടത്തുന്നവനായ ദൈവത്തിൻ്റെ എൻകൗണ്ടർ ആ രീതിയിലാണ് അവിടെ നമ്മൾ പ്രകടമാകുന്നത്. തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരെ പോറ്റി പുലർത്തുക, പരിപാലിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് ഇല്ലേ. അവർക്ക് മരുഭൂമിയിൽ ആഹാരം കിട്ടാൻ ഒരു സാധ്യതയില്ലായിരുന്ന സമയത്ത് മരുഭൂമിയിൽ അവർക്ക് മന്ന പൊഴിച്ചു കൊടുക്കുന്ന ദൈവം. തന്നെയല്ല, ഇത്രയും ജനങ്ങൾക്ക് കുടിക്കാൻ മിനറൽ വാട്ടർ കൊടുത്ത കാര്യം, പാറയെ പിളർന്ന്, ഒറിജിനൽ സോഴ്സിൽ നിന്ന് തന്നെ പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത. ഞാൻ പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, 27 വർഷം മുമ്പ്, ഞാൻ ഡൂലോസ് ഷിപ്പിലുണ്ടായിരുന്നു ഓപ്പറേഷൻ മൊബിലൈസേഷൻ. അപ്പോൾ ഈ സായിമാരൊക്കെ വലിയ വലിയ വർത്തമാനമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഇവിടുന്ന് വെള്ളമൊക്കെ ചുമ്മാ കുടിക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുളിക്കുന്നത് പോലും മിനറൽ വാട്ടറിലാണെന്ന്. കാര്യം പാറയ്ക്കകത്തു നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങൾ കുടിക്കത്തല്ല ഉള്ള മിനറൽ വാട്ടർ, പക്ഷേ ഞങ്ങൾ കുളിക്കുന്നത് പോലും മിനറൽ വാട്ടറിലാണെന്ന് പറയാനുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ കുടിക്കാനും കുളിക്കാനും ഉള്ള മിനറൽ വാട്ടർ ആര് തന്നെ കൊടുത്തു? കർത്താവ് തന്നെ കൊടുത്ത് അവരെ പോറ്റി പുലർത്തുന്നവനായ ഒരു ദൈവം. എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കണം, മരുഭൂമിയിൽ ദൈവം മത്സരികളായ ആളുകളോട് ഇടപെടുന്നത് ഡിഫറൻ്റായിട്ടാണ്, കുറെ കൂടെ ഡിഫറൻ്റായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇപ്പോൾ കോരഹിൻ്റെ ചരിത്രമാണെങ്കിലും നമ്മൾ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ എല്ലാ ഭാഗങ്ങളും നമ്മൾ വായിക്കുന്നില്ല, 1-2 ഭാഗങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അവിടെ ആ ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ശരിക്കും കോരഹ എന്ന് പറയുന്നത് മോശയുടെ കസിനാണ്, അല്ലാതെ ഒരു വിജാതീയനോ വിദൂരസ്ഥനോ ഒന്നുമല്ല. അങ്ങനെയുള്ളവർക്കാണ് പലപ്പോഴും മത്സരം കൂടുതലുണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ദൈവം എത്രയും കരുണയോടുകൂടെ ഇടപെടുകയും ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തന്നെ പലപ്പോഴും എന്തുണ്ടാകുന്നു? മത്സരം ഉണ്ടാകും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 19-ാമത്തെ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കോരഹ അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടി വരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. സംഖ്യാപുസ്തകം 16-ന്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവം പ്രത്യക്ഷനാകുന്നതാണ്. മത്സരിയായ കോരഹ് സർവ്വസഭയെയും വിളിച്ചുകൂട്ടി മത്സരിക്കുന്ന സമയത്ത്, അതും ദൈവം ക്ഷമയുള്ളവനാണ്, കാര്യമല്ല ശരിയാണ്. പക്ഷേ മത്സരിയായ ഒരാൾ സർവ്വസഭയെയും വഴിതെറ്റിക്കുമ്പോൾ പല സമയത്തും ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന വിധവയുടെ ഒരു ചരിത്രം, നമ്മൾ അനീതിയുള്ള ന്യായാധിപനെ ബുദ്ധിമുട്ടിക്കുന്ന വിധവയുടെ ചരിത്രം വായിക്കുന്നതിന് ഒടുവിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ തന്നെ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാർക്ക് ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിൽ തന്നെ പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുമോ? ആ ഒരു വാക്ക് ഭയങ്കര പ്രസക്തമായ ഒരു വാക്കാണ്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എങ്കിൽ തന്നെ തൻ്റെ വൃതന്മാരെ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുമെന്നുള്ളൊരു ചോദ്യം. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും ദൈവം ദീർഘക്ഷമയുള്ളവനാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് ആർക്കും മറച്ചു വെക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. പക്ഷേ ആ ദീർഘക്ഷമ എല്ലായ്പ്പോഴും അനുവദിച്ചാൽ അതുകൊണ്ട് സഫർ ചെയ്യേണ്ടി വരുന്നത് അവൻ്റെ വൃതന്മാർ ആണ് എന്നുള്ളതാണ്. ഇപ്പം ദൈവത്തിൻ്റെ ദാസന്മാരെ നിരന്തരമായിട്ട്, ദൈവത്തിൻ്റെ ദാസന്മാരെ ആരെങ്കിലും ഒരാൾ പീഡിപ്പിച്ചാൽ ഉടനെ തന്നെ ദൈവം ഇടിവെട്ടി ആരെയും കൊല്ലത്തും പിടിക്കത്തൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. കാര്യം അത് പലപ്പോഴും ദൈവം വളരെ തമാശയായിട്ട് എടുക്കത്തുള്ളൂ. പണ്ട് ക്രൂഷ്ചോവ്, ഒരു സ്റ്റോറിയാണ്, ക്രൂഷ്ചോവ് ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്നൊരാളെങ്കിലും ജീവിച്ചിരിപ്പില്ല, ഉണ്ടെങ്കിൽ ദൈവം വന്ന് എന്നെ കൊല്ലട്ടെ, എന്നെ യുദ്ധം ചെയ്ത് എന്നെ കൊല്ലട്ടെ എന്നിങ്ങനെ പറഞ്ഞു. റഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ക്രൂഷ്ചോവ്. ഉടനെ ബില്ലി ഗ്രഹാം അതിനൊരു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: റഷ്യയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു 2 വയസ്സുകാരൻ കൊച്ച് എഴുന്നേറ്റ് നിന്നിട്ട് ക്രൂഷ്ചോവ് എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിപ്പില്ല, ഉണ്ടെങ്കിൽ അവൻ സൈന്യത്തെ അയച്ച് എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ക്രൂഷ്ചോവ് എന്ത് ചെയ്യുക? റഷ്യൻ സൈന്യത്തെ മുഴുവൻ ഈ കുഞ്ഞിനെ ഇവിടെ പോരാടാനായിട്ട് പറഞ്ഞു വിടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതൊരു കൊച്ചിൻ്റെ തമാശ പോലെ ചിരിച്ചു തള്ളത്തേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം ഉണ്ടെങ്കിൽ എന്നെ അങ്ങ് കൊല്ലട്ടെ എന്നൊക്കെ എടുത്ത് പറഞ്ഞാൽ ഉടനെ ഒന്നും കൊല്ലുന്നതൊന്നും അല്ല ദൈവത്തിൻ്റെ പദ്ധതി. അതൊക്കെ പിള്ളേർ കളിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവം അങ്ങനെ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ
എടുക്കുന്നുള്ളൂ. ദൈവത്തെ നിരസിക്കുകയും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടപെടുകയും ചെയ്യുന്ന മിക്കവരുടെയും കാര്യങ്ങൾ അത്രേ ദൈവം എടുക്കുന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഒന്നും പുറകെ നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ടല്ലോ, വാലെ തൂങ്ങി പോകാനൊന്നും ദൈവം ഓരോ വാക്കും പിടിച്ച് അങ്ങനൊന്നും ദൈവം ചെയ്യത്തില്ല. ദൈവം ഇതൊക്കെ വളരെ കൂളായിട്ടേ എടുക്കത്തുള്ളൂ. ദൈവം മക്കളെ പീഡിപ്പിക്കുന്നവരാണെങ്കിൽ പീഡിപ്പിക്കുന്നവരെ എല്ലാം ഉടനെ തന്നെ അങ്ങ് കൊല്ലുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. എത്രയോ പീഡന അനുഭവങ്ങൾ ഉണ്ടായിട്ട് ദൈവം എന്ത് ചെയ്യുന്നില്ല, ഉടനെ തന്നെ അവരെ ഇടിവെട്ടി കൊല്ലിക്കുകയോ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ സ്റ്റോറി പറയുമായിരിക്കും. അതൊക്കെ വെറുതെ സ്റ്റോറിയാണ്. ഒറീസായിൽ സുവിശേഷത്തിന് വേണ്ടി പീഡനം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പീഡിപ്പിച്ച ഒരു ഗ്രാമത്തിലേക്ക് ദൈവം ആനയെ വിട്ടെന്നും ആ ആന വന്ന് അവരെ കുത്തിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചുമ്മാ സ്റ്റോറിയാണ്. അതൊക്കെ വെറുതെ പറഞ്ഞ കഥയാണ്. നമ്മളൊക്കെ അവിടെ ഉള്ളതല്ലേ, നമുക്കറിയാം. അങ്ങനൊന്നും അവിടെ ക്രിസ്ത്യൻ ആനകൾ വന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക ആനകൾ വന്ന് ആരെയും കുത്തിക്കൊല്ലുമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കഥ ഇങ്ങനെ ഒത്തിരി പ്രചരിപ്പിക്കും. അവിടെ ഒരു ഗ്രാമത്തിൽ ആന ഇറങ്ങി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവിടെ മിക്കവാറും ഒക്കെ ആന ഇറങ്ങുന്നതല്ലാതെ ഒരു അങ്ങനെയുള്ള സ്ഥലമല്ലേ, അങ്ങനെ മിക്കവാറും ആന ഇറങ്ങുന്നതാണ്. പിന്നെ അവിടെ ആന ഇറങ്ങി അത് പോട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സ്റ്റോറികൾ അവിടെ ദൈവം അങ്ങനെ ചെയ്ത് കാര്യം അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമല്ല. ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് നോർമൽ വേയിൽ ദൈവം എന്ത് ചെയ്യത്തില്ല, ഓരോ ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന ഓരോ കാര്യത്തിനും എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം അല്ല. എന്നാൽ അത് നിരന്തരമായി വൃതന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിലേക്ക് പോകുന്നുവെങ്കിൽ ദൈവം ഒരു പ്രത്യേക സ്റ്റേജിൽ ഇൻ്റർവീൻ ചെയ്യുമെന്നാണ് കർത്താവ് പറയുന്നത്. അതായത് ദീർഘക്ഷമ കാണിച്ചിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വൃതന്മാരെ എല്ലാവരെയും കൂടെ കൊല്ലാൻ ഈ വിരോധികൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന് ഇറങ്ങി വരേണ്ടി വരും. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമയാണെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം ന്യായവിധിയെ ദീർഘക്ഷമ എന്നതുകൊണ്ട് ന്യായവിധി ഇല്ല എന്നാരും ചിന്തിക്കണ്ട. ദീർഘക്ഷമ കാണിക്കും ദൈവം, തീർച്ചയായിട്ടും കാണിക്കും. പക്ഷേ അത് വൃതന്മാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭയെ തകർക്കുന്ന ഒരു നിലയിലേക്ക് വരികയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? തീർച്ചയായും ഇടപെടും. അതിന് യാതൊരു സംശയവുമില്ല. അത് ദൈവം ഇടപെട്ടോളും. നമ്മളാരും ഇടപെടുത്തുകയൊന്നും വേണ്ട. അത് കർത്താവ് അതിൻ്റെ തക്ക സമയത്ത് ആ കാര്യങ്ങൾ ചെയ്തോളും എന്നുള്ളതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അനീതിയുള്ള ന്യായാധിപൻ്റെ അടുത്ത് പുറകെ നടന്നാൽ മാത്രമേ അവൻ ഇടപെടത്തുള്ളൂ. പക്ഷേ നമ്മുടേത് അനീതിയുള്ളൊരു ന്യായാധിപനല്ല. അവൻ നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് നമ്മൾ പുറകെ നടന്നില്ലെങ്കിലും അവൻ ഇടപെട്ടുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതാണ് ശരിക്കും ആ പ്രാർത്ഥനയുടെ, ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ പ്രയറിനെ കുറിച്ചൊക്കെ ഉള്ള പല സീഡികളിലും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ആ പ്രാർത്ഥനയിലൊക്കെ പറയുന്നത് നമ്മൾ ദൈവത്തെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല. അതൊരു ആ രീതിയിലൊരു ഉപമയല്ല. അവിടെ പറയുന്നത് അനീതിയുള്ള ഒരുത്തനെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ അനീതിയുള്ള ഒരുത്തനെ ബുദ്ധിമുട്ടിച്ചാൽ അവൻ ബുദ്ധിമുട്ട് നിമിത്തം ഇത് ചെയ്തു കൊടുക്കുമെങ്കിൽ ദൈവത്തെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ദൈവം ആ അനീതിയുള്ള ന്യായാധിപനെ പോലെയല്ല, നമ്മൾ ആ അശരണയായ വിധവയെപ്പോലും അല്ല. ഇത് രണ്ടുമല്ല. നമ്മളവൻ്റെ മക്കളാണ്, നമ്മളെക്കുറിച്ചുള്ള കരുതൽ അവനുണ്ട്. അനീതിയുള്ള ന്യായാധിപൻ ആ വിധവയെക്കുറിച്ച് കരുതലൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല, അവൻ നമ്മളെക്കുറിച്ച് കരുതലുള്ളവനാണ്. അതുകൊണ്ട് എൻകൗണ്ടർ എന്ന് പറയുന്നത് ഒരു പരിധിവരെ അവൻ്റെ ദീർഘക്ഷമയിൽ അവൻ നീട്ടിവെച്ചേക്കും. പക്ഷെ എന്നേക്കും നീട്ടിവെക്കും എന്ന് അർത്ഥമില്ല എന്നുള്ളതാണ് നമ്മൾ വേദപുസ്തക ചരിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ കോരഹ അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാനകൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. യഹോവ മോശയോടും അഹരോനോടും, ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുമെൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് കൽപ്പിച്ചു. നോക്ക്, പല സമയത്തും ദൈവത്തിൻ്റെ കോപം ജനങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ ആരോട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോരഹ മത്സരിച്ചത് ദൈവത്തോടാണെങ്കിലും ദൈവത്തോട് മത്സരിക്കുന്നതിൻ്റെ പ്രത്യക്ഷമായ നിലയിൽ ആരോടാണ് മത്സരിച്ചത്? മോശയോടാണ്. പക്ഷേ അവിടെ മോശയും അഹരോനും അവിടെ 22-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ കവിണ്ണു വീണ് സകല ജനത്തിൻ്റെയും ആത്മാക്കൾക്ക് ഉടയവനായ ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്ത് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട്, കോരഹ്, ദാതാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്ത് നിന്റെ ചുറ്റും നിന്ന് മാറിക്കൊള്ളുവിൻ എന്ന് സഭയോട് പറയുക എന്ന് പറഞ്ഞു. മോശ എഴുന്നേറ്റ് ദാതാന്റെയും അബീരാമിൻ്റെയും അടുക്കൽ ചെന്നു. ഇസ്രായേൽ മൂപ്പന്മാർ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ സഭയോട്, ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നും തുടരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ്, ദാതാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ദാതാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാര വാതിൽക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു, ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും.
സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്ന പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവയെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായു പിളർന്ന് അവരെയും അവർക്കുള്ള സകലതയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചുവെന്ന് നിങ്ങൾ അറിയും. നമുക്കറിയാം, ആ സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒരു പരിധിവരെ മോശയുടെ ദീർഘക്ഷമ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ കർത്താവിൻ്റെ ക്ഷമ ഇതിനേക്കാൾ ഉന്നതമായ ക്ഷമയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം മത്സരികളായ ആളുകളെ ഒരു കാലത്തും ഒന്നും ചെയ്യുകയില്ലെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞതാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. മത്സരികളായ ആളുകളെ അവൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ്. അതായത് ബാക്കിയുള്ളവരത് തിരിച്ചറിയാൻ വേണ്ടി അവർ അങ്ങനെ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. ഞാനിതിനെ ഒന്നും വിധിക്കാൻ ആളല്ല. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാനുഷിക നിലയിൽ ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളെയും വിധിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ന്യായവിധി എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയിലുള്ള കാര്യമാണ്, അല്ലാതെ ന്യായവിധി എന്ന് പറയുന്നത് ദൈവിക പദ്ധതിക്ക് പുറത്തുള്ള ഒരു കാര്യം അല്ല എന്നുള്ളതാണ്. മത്സരികളോടും ദൈവം കരുണ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അതിന് അവർക്ക് അവസരം കൊടുക്കാതെ ഒരിക്കലും ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല. ദൈവം എപ്പോഴും ഈവൻ മത്സരികൾക്ക് പോലും മടങ്ങി വരാനുള്ള അവസരം കൊടുക്കും. നമ്മളിപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ മത്സരികളായ ഒരു ജനതയാണ് ശരിക്കും പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരും എന്നോട് മത്സരിക്കുന്നു. മത്സരികളായ ജനത. എന്നിട്ട് താഴെ പറയുന്നു, കാള തൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. കർത്താവിനെ മനസ്സിലാക്കാനായിട്ട് തയ്യാറല്ലാത്തതായ ഒരു ജനത. 4-ാമത്തെ വാക്യത്തിൽ, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. നോക്ക്, ഇതിക്കുള്ളൊക്കെ എന്താ മത്സരമാണ് വേണ്ടത്? ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും. ഞാൻ ഈ ഭാഗങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചു പോകുന്നത്. നിങ്ങളത് പിന്നെ ഒന്ന് വായിച്ചു നോക്കി അറിയാം എത്ര നികൃഷ്ടമായ പാപമാണ് ഇവർ ഓരോന്നും ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. നോക്ക്, അപ്പോൾ അടിക്കുന്നത് തന്നെ എന്തിനാണെന്നാണ് കർത്താവ് പറയുന്നത്? മടങ്ങി വരാനാണ്. അല്ലാതെ അടിക്കുന്നത് പോലും എന്തിനു വേണ്ടിയല്ല, തല്ലിക്കൊല്ലാനല്ല. എന്തിനു വേണ്ടിയാണ് അടിക്കുന്നത് പോലും? മടങ്ങി വരാനാണ്. അങ്ങനെ വരുമ്പോൾ അടിക്കുന്നത് പോലും അവൻ്റെ കൃപയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കർത്താവ് നമുക്ക് നൽകുന്ന ശിക്ഷണങ്ങളാണ്. ഈവൻ വെൻ അതുകൊണ്ടാണ് ശരിക്കും കൊച്ചുകുഞ്ഞോശി പാടുന്ന അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ അടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അന്ത്യന്യായവിധി ഒന്നുമല്ല, അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ കർത്താവ് നമുക്ക് നൽകുന്ന ശിക്ഷയൊക്കെ ശിക്ഷയല്ല, ശരിക്കും ശിക്ഷണമാണ്. എന്തിനു വേണ്ടി? നമ്മളുടെ മടങ്ങി വരവിന്. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്താ, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്ന, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കിക്കഴിയിട്ടില്ല, വെച്ച് കെട്ടിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക, അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളഞ്ഞു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായി. ദൈവം അവരുടെ പാപങ്ങൾക്ക് ഉള്ള ശിക്ഷണമായി, പാപങ്ങളിൽ നിന്ന് മടങ്ങി വരാനായിട്ട് മറ്റ് ജാതിക്കാരെ അവിടെ ഏൽപ്പിച്ചു. എന്നിട്ടും ഇവരെന്ത് ചെയ്തില്ല? മടങ്ങി വന്നില്ല. നമ്മൾ ആമോസിന്റെ പ്രവചനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അറിയാം ഇതിൻ്റെ ആ പ്രസക്തി. അവിടുന്നാണ് ഞാനതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അതിനെക്കുറിച്ച് പറയാതെ ഇരിക്കുന്നത്. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശം ആകുമായിരുന്നു. എന്നാൽ അവിടെ അതിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ദൈവം ഒരുമാതിരി നമ്മൾ ഈ പദം പറയുക എന്ന് പറയുമല്ലോ. പദം പറയാന്ന് നമ്മൾ പറയുന്നത് ഈ സങ്കടം എണ്ണി പറയുക. അപ്പം അതുപോലെ ഒരു പദം പറച്ചിലാണ്. അയ്യോ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും നിങ്ങൾ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞത്, ദൈവത്തിന് നമ്മളോടുള്ള കരുണ ഈ ഓരോ വാക്കുകളിലും ഞാൻ കാണുന്നുണ്ട്. അവൻ നമ്മളെ വഴക്ക് പറയുമ്പോഴും നമ്മളെ ശിക്ഷിക്കുമ്പോഴും എല്ലാം അവൻ്റെ കരുണ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ നിങ്ങളോട് ചോദിച്ചതാർ. ഇതൊക്കെ പറഞ്ഞിട്ട്, അതായത് ശരിക്കും
ആമസിൽ വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകും. ഈ ഭാഗം വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫോൾസ് റിലീജിയോസിറ്റി, ഒരു വ്യാജമായ ഒരു മതച്ചടങ്ങുകളും വ്യാജ ആത്മീയതയാണ് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അല്ലാതെ പാപം ചെയ്യുന്നത് ദൈവം വെറുക്കുന്നുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞിട്ട് പാപം ചെയ്തുകൊണ്ട് വീണ്ടും വന്ന് ഈ മതം കൂടെ കൂട്ടിക്കലർത്തുന്നതാണ് ദൈവത്തിന് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. അതുകൊണ്ടാണ് 12-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാ. 11-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെന്ന് യഹോവയുടെ അരുളപ്പാട്, മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തളിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാട്ടുകളുടെയോ കോലാട്ടുകളുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കർത്താവ് ചോദിക്കുക, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? നീ എന്തിനാ ആരാധിക്കാൻ വരുന്നത്? ഇല്ലേ, നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗവും കൂടുന്നതും നീതികേടും ഉത്സവ യോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ ഈ നീതികേടും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അമാവാസ്യങ്ങളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാനവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇന്നത്തെ സഭയോടും കർത്താവ് പലപ്പോഴും പറയുന്നതാണ്. കാര്യം, നീതിയില്ലാത്ത യാഗം ഒരിക്കലും ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പ്രസാദിക്കുന്നില്ല. ആമസിൽ നമ്മളത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. നീതിയും യാഗവും ഒരുമിച്ച് പോകണം. നീതിയില്ലാത്ത യാഗം കൊണ്ട് ഒരു ദൈവം പ്രസാദിക്കുന്നില്ല. ഇത് യാഗമല്ലെങ്കിൽ പാട്ടാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും പ്രസംഗമാണെങ്കിലും ദൈവം പ്രസാദിക്കുന്നില്ല. നമ്മൾ പറയും ഇവിടെ യാഗമില്ലെന്ന് പറയും. യാഗമല്ല ഇന്നിവിടെ ഉള്ളത്. പക്ഷേ അനീതി കാണിച്ചിട്ട് ഇവിടെ വന്ന് സ്തോത്രം പറഞ്ഞാലും ദൈവം പ്രസാദിക്കുന്നില്ല. കർത്താവ് ചോദിക്കുക, എന്തിനാണ് നീ സ്തോത്രം പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. കാര്യം 15-ാമത്തെ വാക്യം, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. പ്രൈസ് ദ ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവ് കണ്ണ് മറച്ചു കളയുമെന്ന്. ഞാൻ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവ് അതാ നോക്കുന്നത്. കർത്താവ് എപ്പോഴും നമ്മുടെ പ്രവൃത്തികളാണ് പ്രിയമുള്ളവരെ നോക്കുന്നത്. നമ്മൾ പ്രവൃത്തികൾ നോക്കുന്നില്ലെന്ന് ചിന്തിക്കരുത്. നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് ആരും രക്ഷിക്കപ്പെടത്തില്ല. കാര്യം ശരിയാണ്, നമ്മൾ ആരും രക്ഷിക്കപ്പെടുന്ന പ്രവൃത്തികൾ കൊണ്ടല്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും അകൃത്യത്തിലും പാപത്തിലും ജീവിക്കുകയാണെങ്കിൽ കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. അത് കൃത്യമായിട്ട് വേദോസം പഠിപ്പിക്കുന്നുണ്ട്. പാപത്തിൽ തുടരുന്ന ഒരുവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര റിലീജിയസ് ആക്ടിവിറ്റീസ് ചെയ്താലും അതൊന്നും ദൈവം ശ്രദ്ധിക്കുന്നില്ല. അവൻ കൊടുക്കുന്ന സ്തോത്ര കാഴ്ച ദൈവം എണ്ണി നോക്കുന്നില്ല, എടുക്കുന്നില്ല. അവൻ ചെയ്യുന്ന സുവിശേഷ വേല പോലും കർത്താവ് കണക്കിടുന്നില്ല. അവൻ എന്ത് ചെയ്താലും. കാര്യം അതിനപ്പുറത്താണ് നമ്മുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. കർത്താവ് നമ്മളിൽ നിന്ന് വിശുദ്ധിയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ. അനാഥന് ന്യായം നടത്തി കൊടുക്കുവിൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. കർത്താവ് ഭയങ്കര ഒരു ലിസ്റ്റ് തരികയാണ് നമുക്ക്. ഇത് പഴയ നിയമത്തിലെ ഉപദേശമാണെന്ന് ആരും പറയരുത്. ചിലർ പറയുന്നത് ഇത് പഴയ നിയമത്തിലെ ഉപദേശമാണ്. ഇപ്പം മാറിയോ? നന്മ ചെയ്യാൻ പഠിപ്പിന്നുള്ളത് മാറിയിട്ട് ഇപ്പം എന്തോ തിന്മ ചെയ്യാൻ പഠിപ്പിന്നാക്കിയോ? എന്തോ ഈ മാറി എന്ന് പറയുന്നത്? ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് ഈ മാറി എന്ന് പറയുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ കാര്യം അത് പുസ്തകത്തിൻ്റെ ആദ്യം എഴുതിയാലും അവസാനം എഴുതിയാലും അവനല്ലേ എഴുതിയത്. ഞാൻ ചോദിക്കുന്നതാണ്, ഈ പഴയ നിയമം വേറെ ആരെങ്കിലും എഴുതിയതാണോ? യേശുക്രിസ്തുവിനും പൗലോസിനും യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്കും തിരുവെഴുത്തെന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഈ പഴയ നിയമത്തെക്കുറിച്ചാണ്. പിന്നെ എങ്ങനെയാണ് പഴയ നിയമം വേണ്ടെന്നൊരാൾ പറയുന്നത്? അത് കർത്താവിൻ്റെ വചനമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഇന്നലെ വരെ അവൻ ന്യായത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്ന് ഉടനെ അനീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നുമല്ല. ഇന്നും അവൻ സംസാരിക്കുമെങ്കിൽ, ദൈവം സംസാരിക്കുമെങ്കിൽ അവൻ ഇതേ സംസാരിക്കത്തുള്ളൂ. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ. പീഡിപ്പിക്കുന്നവരെ നേർവഴിക്കാക്കുവിൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പിൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. ഇതിലേതെങ്കിലും ദൈവം മാറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിലേതെങ്കിലും ദൈവം യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇനി മുതൽ നന്മ ചെയ്യേണ്ട ആവശ്യമില്ല, ന്യായം അന്വേഷിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ ദൈവത്തിൻ്റെ കൺമുമ്പിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല, കാര്യം യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു, ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, അനാഥന് ന്യായം നടത്തി കൊടുക്കേണ്ട കാര്യമില്ല, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കേണ്ട കാര്യമില്ല എന്ന് ആരെങ്കിലും പറയൂ?
അങ്ങനെ പറയുന്ന പലരും. നിയമമെല്ലാം മാറിയെന്ന്. എവിടെ മാറി? പ്രിയമുള്ളവരെ, നിയമം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കാര്യം കർത്താവിൻ്റെ ഹൃദയമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? എൻ്റെ വീട്ടിൽ നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ, എഴുതിയാലും എഴുതിയില്ലെങ്കിലും എൻ്റെ വീട്ടിൽ നിയമമുണ്ട്, ഇല്ലേ? പക്ഷേ ഞങ്ങളുടെ പിള്ളേർ എഴുതി വെച്ച നിയമമൊന്നും അല്ല അനുസരിക്കുന്നത്. എൻ്റെ ഭാര്യ എഴുതി കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേക്ക് അവൾ എന്തൊക്കെ ചെയ്യണമെന്നും ഒന്നും ഞാൻ എഴുതി വെച്ചൊന്നുമില്ല. പക്ഷേ എൻ്റെ ഇഷ്ടം എന്താണോ അത് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയല്ല ആ ഇഷ്ടത്തിൻ്റെ നിർവഹണത്തിൽ അവർ സന്തോഷിക്കുന്നുമുണ്ട്. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെ സന്തോഷം എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലെ പിള്ളേർ എന്തെങ്കിലും ചെയ്യാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴും അത് തന്നെ. അപ്പയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അപ്പയ്ക്ക് ഇഷ്ടമില്ല എന്നാൽ എനിക്ക് ഇഷ്ടമില്ല. ഇതാണ് ഒരു ദൈവവും ദൈവ പൈതലും തമ്മിലുള്ള ബന്ധം. കർത്താവ് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്കിഷ്ടമില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, പിന്നെ എനിക്കും ഇഷ്ടമില്ല. അതാണ് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം. അപ്പം അവൻ്റെ ഇഷ്ടമാണ് അവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എനിക്ക് എങ്ങനെ അതിനെ മാറ്റിക്കളയാനായിട്ട് കഴിയും? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ദൈവത്തിന് വ്യത്യാസമില്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും വ്യത്യാസമില്ല. ദൈവത്തിന് വ്യത്യാസമില്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും വ്യത്യാസമില്ല. വ്യത്യാസം ഉണ്ടാകുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, അതായത് ഞാൻ പറയാം. പഴയ നിയമത്തിൽ പഴയ നിയമം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പല മെസ്സേജസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഴയ നിയമം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ പുസ്തകമായിട്ടോ അല്ലെങ്കിൽ ന്യായപ്രമാണവുമായിട്ടോ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ നിയമം എന്ന് പറയുന്നത് കവനന്റ്, ഉടമ്പടി എന്ന അർത്ഥത്തിലാണ്. ന്യായപ്രമാണവും ഉടമ്പടിയും രണ്ടാണ്. ന്യായപ്രമാണവും ഉടമ്പടിയും രണ്ടാണ്. ന്യായപ്രമാണം എന്ന് പറയുന്ന നമ്മുടെ ലോ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഉടമ്പടി ഉണ്ടായിരുന്നു. അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തു കർത്താവ്. നോഹയുമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നു. ആദമുമായിട്ട് ആഡമിക് കവനന്റ്, നോഹയിക് കവനന്റ് ഉടമ്പടി. എന്നാൽ ആ ഉടമ്പടിയിലൊന്നും ദൈവം നിയമം എഴുതി വെച്ചില്ല. എന്തുകൊണ്ട് എഴുതി വെച്ചില്ല? എഴുതി വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇല്ലാതെ തന്നെ അവർ ദൈവവുമായിട്ടുള്ള സംസർഗത്തിലൂടെ അവൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അങ്ങനെ പ്രവർത്തിച്ചിരുന്നു. ബന്ധമുണ്ടായിരുന്നു. നിയമവും ബന്ധവുമാണ് ഒരുമിച്ച് പോകുന്നത്. ഉടമ്പടിയും ബന്ധവുമാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ആ ഉടമ്പടിക്ക് അനുസരിച്ച് നമ്മൾ പോകാത്തപ്പോഴാണ് നിയമം എഴുതി വെക്കുന്നത്. ഞാൻ ചിലപ്പം ഉദാഹരണമായിട്ട് പറയാനുണ്ട്. ഞാനും ജെസ്സിയും കല്യാണം കഴിച്ച സമയത്ത് അതിനുശേഷം ആരെന്തോ ചെയ്യണമെന്നൊന്നും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു അന്യോന്യ ഉടമ്പടി ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ കല്യാണം കഴിച്ചതൊന്നും. എന്നാൽ ഞങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ പിരിഞ്ഞിട്ട് പിന്നെയും യോജിക്കുകയാണെങ്കിൽ അന്നേരം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയും, ദേ ഇനി പഴയ പോലുള്ള പരിപാടിയൊന്നുമില്ല, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് മതി എന്നിങ്ങനെ പറയും. അങ്ങനെ ആ ഒരു കാര്യം കൊണ്ടാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി എന്ന് നമ്മൾ പറയുന്ന ഈ കാര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. അതായത് ഉടമ്പടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിക്കകത്ത് നിയമമില്ല. പക്ഷേ ഉടമ്പടി കഴിഞ്ഞിട്ടൊരു പക്ഷെ നിയമം ഉണ്ടായേക്കാം. പക്ഷെ നിയമം ഉടമ്പടിയല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഉടമ്പടി എപ്പോഴും ബന്ധമാണ്. എന്നാൽ ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് പിന്നീട് ഉണ്ടാകുന്നതാണ് നിയമം എന്ന് പറയുന്നത്. അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ നിയമമില്ലായിരുന്നു. കാര്യം അബ്രഹാം അനുസരിക്കാൻ തയ്യാറായിട്ട് നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അബ്രഹാം അനുസരിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ കാലം വന്നപ്പോഴത്തേക്കുണ്ടായ പ്രശ്നം എന്നറിയാമോ? അവരനുസരിക്കത്തില്ല എന്നുള്ള അവർ ദുശാഠ്യമുള്ള ജനമായതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? നിയമം എഴുതി കൊടുത്തത്. എന്നാൽ ന്യായപ്രമാണം എന്ന് പഴയ നിയമത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഓർക്കേണ്ട കാര്യമുണ്ട്. ന്യായപ്രമാണത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നതായ ധാർമ്മിക നിയമങ്ങളുണ്ട്. ഈ 10 കൽപ്പന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ ധാർമ്മിക നിയമങ്ങളാണ്. അത് ബന്ധവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതായത് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം ആദ്യത്തെ നിയമങ്ങളിൽ അതാണ്. പിന്നെ ഞാനും മനുഷ്യരും തമ്മിലുള്ള ബന്ധം. പിന്നീട് സാമൂഹികമായ ബന്ധങ്ങൾ, അവർ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക്, ഒരു മനുഷ്യൻ വഴി നടന്ന് പോകുമ്പോഴത്തേക്ക്
അവൻ്റെ കയ്യിൽ നിന്ന് തീ വീണ് വയൽ കത്തിപ്പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യണം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക നിയമങ്ങളാണ്. അതൊരു സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള നിയമങ്ങളാണ്. മൂന്നാമതുള്ള കാര്യം എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ചിഹ്നങ്ങളായിട്ട്, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ചിഹ്നമാണ് ശരിക്കും പരിച്ഛേദന എന്ന് പറയുന്നത്. പരിച്ഛേദന ഒരു നിയമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി നിയമത്തെക്കാൾ ഉപരി അത് ഉടമ്പടിയുടെ ചിഹ്നമാണ്. പിന്നീടുള്ള യാഗങ്ങളാണ്. യാഗങ്ങൾ ഈ ഉടമ്പടി തെറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമം തെറ്റിക്കുമ്പോൾ അതിനുള്ള പരിഹാരക്രിയകളാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പഴയ നിയമത്തിലെ മോശയിക ന്യായപ്രമാണം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ന്യായപ്രമാണം അനുസരിക്കുമോ? അങ്ങനെയാണെങ്കിൽ പരിച്ഛേദന ഏൽക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പരിച്ഛേദന ഏൽക്കേണ്ട കാര്യം നിയമമല്ല മാറിയത്, ഉടമ്പടി മാറി. കർത്താവ് ഒരു പുതിയ കവനൻ്റാണ് കൊണ്ടുവന്നത്, പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടി വന്നതുകൊണ്ട് പഴയ ഉടമ്പടിയുടെ ചിഹ്നങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ ഗ്രഹിക്കണം. പുതിയ ഉടമ്പടി വന്നതുകൊണ്ട് ഞാൻ പുതിയ ഉടമ്പടിയുടെ ആളാണ്, പുതിയ നിയമത്തിൻ്റെ ആളെന്ന് പറയുന്നതിനേക്കാൾ പുതിയ ഉടമ്പടിയുടെ ആളാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ എടുത്തു പറയുകയാണ്. പുതിയ ഉടമ്പടിയുടെ ആൾക്കാരായ നമ്മൾ പഴയ ഉടമ്പടിയുടെ ചിഹ്നങ്ങൾ ഇനിയിപ്പോൾ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. പഴയ ഉടമ്പടിയുടെ നിയമങ്ങളുടെ നിരാസത്തിൽ അതിനകത്ത് നമ്മൾ പാളിച്ച വരുമ്പോൾ ഉണ്ടായിരുന്നതായിരുന്നു അതിൻ്റെ പരിഹാരക്രിയകളായിരുന്നു യാഗങ്ങൾ. അതുകൊണ്ട് പുതിയ ഉടമ്പടിയിൽ അതിനുള്ള പരിഹാരം യാഗമല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ യാഗങ്ങളും അനുഷ്ഠിക്കേണ്ട കാര്യം ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയം വ്യക്തമാക്കുന്ന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ടല്ലോ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അതിപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റുമോ? എനിക്കൊരു വേറെ, ഞാൻ പറഞ്ഞത് 10 കൽപ്പനകളിൽ ഞാനല്ലാതെ നിങ്ങൾ 10 കൽപ്പനയെല്ലാം അനുസരിക്കുമോ? അത് പഴയ നിയമമല്ലേ? 10 കൽപ്പന എന്നുള്ളത് നിങ്ങൾ എഴുതി. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് എന്താണ് എനിക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുന്നത്? എനിക്ക് എന്ത് തള്ളിക്കളയാൻ പറ്റും? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതെന്നുള്ള കൽപ്പന എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഞാൻ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന കാരണത്താൽ എനിക്ക് നാളെ തൊട്ട് വേറെ ദൈവത്തെ ഉണ്ടാക്കാൻ പറ്റുമോ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇതെനിക്ക് മാറ്റാൻ പറ്റുമോ? വ്യഭിചാരം ചെയ്യരുത്, എനിക്ക് മാറ്റാൻ പറ്റുമോ? എനിക്ക് എന്താ മാറ്റാൻ പറ്റുന്നത്? ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ കിട്ടുന്നത് ശനിയാഴ്ച ആരാധിക്കുന്നതോ വല്ലതും ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, ശബത്തെന്ന ദൈവം ഉദ്ദേശിക്കുന്നത് തന്നെ അതല്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലും മറ്റും പറയുന്നത് നമുക്കൊരു വലിയ ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. അതെന്താണ്? ദൈവവുമായിട്ടുള്ള നമ്മുടെ നീണ്ട ശബത്ത്. അതൊക്കെ അതിൻ്റെ സ്പിരിറ്റ്. അതുകൊണ്ടാണ് കർത്താവ് പഴയ നിയമത്തിലെ റബിമാരും വ്യാഖ്യാനികളും ശാസ്ത്രിമാരും പരീശന്മാരും തിരുവചനത്തിൽ ദൈവം നൽകിയ നിയമങ്ങളെ എങ്ങനെ തെറ്റിച്ച് മനസ്സിലാക്കിയോ അതിനെ ശരിയായ നിലയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു ഗിരിപ്രഭാഷണത്തിൽ ചെയ്തത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ന്യായപ്രമാണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം, ദൈവം അത് ഏറ്റവും നന്നായിട്ട് വ്യാഖ്യാനിച്ചിരുന്നത് ആരാ? യേശു കർത്താവാണ്. 10 കൽപ്പനകൾ ശരിയായിട്ട് വ്യാഖ്യാനിച്ചിരുന്ന യേശു കർത്താവാണ്. ഞാനത് അനുസരിച്ചാലേ പറ്റുള്ളൂ. അതിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വ്യാഖ്യാനമാണ് ഗിരിപ്രഭാഷണം. ഞാനത് അനുസരിച്ചാലേ പറ്റുള്ളൂ. ദൈവം നിയമമല്ല മാറ്റിയത്, ദൈവം ഉടമ്പടിയാണ് മാറ്റിയത്. ഉടമ്പടി. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഉടമ്പടി പുറത്തു നിന്നുള്ള ഒരു ഉടമ്പടിയായിരുന്നു. പുറത്തു നിന്നുള്ളൊരു ഉടമ്പടി. അത് കല്ലിൽ, അതിനു വേണ്ടി ഒരു നിയമം ഉണ്ടായിരുന്നു, കല്ലിൽ എഴുതിയ ഒരു ന്യായപ്രമാണം. ഇന്നങ്ങനല്ല, പുറത്തു നിന്നുള്ള ഉടമ്പടിയല്ല. പഴയ നിയമത്തിൽ അത് ചെയ്താൽ ഞാൻ നീതീകരിക്കപ്പെടുമായിരുന്നു. ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം അനുസരിച്ചിരുന്നെങ്കിൽ ഒരാൾ നീതീകരിക്കപ്പെടുമായിരുന്നു. ആർക്കും അത് കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അനുസരിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നീതീകരിക്കപ്പെടുമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ ഈ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്നെ നീതീകരിക്കുക മാത്രമല്ല, എന്നെ പുത്രനാക്കുകയും കൂടെയാണ്. ഞാനിന്ന് പുത്രനാണ്. ഞാൻ പുത്രനായതുകൊണ്ടാണ് എനിക്ക് അവൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ കഴിയുന്നത്. അല്ലാതെ പറ്റത്തില്ല. മാറി നിന്ന് ഒരിക്കലും ന്യായപ്രമാണത്തെ അനുസരിക്കാൻ ആർക്കും കഴിയില്ല. പുതിയ ന്യായപ്രമാണത്തെ അനുസരിക്കാനും കഴിയില്ല. ഓൾഡ് ടെസ്റ്റമെന്റും പറ്റില്ല, ന്യൂ ടെസ്റ്റമെന്റും മാറി നിന്ന് പറ്റില്ല. ഞാൻ പക്ഷേ ഇന്ന് മാറി നിൽക്കുകയല്ല. യേശു എന്നിൽ വസിക്കുന്നു, അവൻ എൻ്റെ ഉള്ളിലേക്ക് ജീവൻ ഒഴുക്കി തന്നിരിക്കുകയാണ്. ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നത് കൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വിശ്വാസത്താൽ ഞാൻ ദൈവത്തിൻ്റെ
മകനായിരിക്കുന്നത് കൊണ്ട് മകൻ അപ്പനെ എങ്ങനെ അനുകരിക്കുമോ അങ്ങനെയാണ് ഞാൻ അനുകരിക്കുന്നത്. അല്ലാതെ ഒരു സ്റ്റുഡൻറ്റ് ഒരു ടീച്ചറെ അനുകരിക്കുന്നത് പോലെയല്ല. ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറെ അനുകരിക്കുന്നത് പോലെ അല്ല ഞാൻ യേശുവിനെ അനുകരിക്കുന്നത്. എങ്ങനെയാണ്? ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. ഐ ആം എ സൺ. അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ അനുകരിക്കാൻ കഴിയുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ്, മത്സരികളായ ആളുകളോടും ദൈവം കരുണ കാണിക്കുന്നു എന്ന് തന്നെയല്ല, ദൈവം അവരോട് പറയുന്നതായ നിങ്ങൾ ന്യായം അനുസരിക്കണമെന്ന് പറയുന്നു, നിങ്ങളെ തന്നെ കഴുകുവിൻ എന്നെല്ലാം പറഞ്ഞിട്ട് 18-ാമത്തെ വാക്യം, യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നോക്കുക പ്രിയമുള്ളവരെ, അവിടെ കർത്താവ് കൃത്യതയോടുകൂടെ പറയുന്നതായ ഒരു യാഥാർത്ഥ്യം എന്നാണെന്നറിയാമോ? നിങ്ങൾ മനം തിരിഞ്ഞ് വരാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുവാൻ ഞാൻ തയ്യാറാണെന്നാണ് കർത്താവ് പറയുന്നത്. ആരോടാണ് പറയുന്നത്? മത്സരികളായ ആളുകളോട്, ഇല്ലേ? എൻ്റെ ജനമോ എന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെക്കുറിച്ചാണ് പറയുന്നത്. ഒടുവിൽ പറയാണ്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. വാദിക്കാം എന്നോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആർഗ്യുമെൻ്റ് എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്നാണ്. ലെറ്റ് us റീസൺ ടുഗെദർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നീ നിന്റെ എത്ര കൊടിയ പാപവുമായിട്ടാണെങ്കിലും വാ, നീ എൻ്റെ അടുത്തോട്ട് വാ. നീ എത്ര മത്സരിയാണെങ്കിലും ഈ മത്സരം കളഞ്ഞിട്ട് നീ ഒന്ന് മടങ്ങി വാ, നമുക്ക് തമ്മിലൊന്ന് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. ഇതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ തർജ്ജമ എന്ന് പറയുന്നത്. നമുക്ക് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. നീ നിന്റെ പാപങ്ങളുമായിട്ട് വാ, അതെത്ര കടും ചുവപ്പായിരുന്നാലും. അപ്പോൾ ആ ഒരു എൻകൗണ്ടർ ഉണ്ടല്ലേ പ്രിയമുള്ളവരെ? അത് പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. എന്ത് എൻകൗണ്ടർ? എൻ്റെ പാപങ്ങളുമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. കർത്താവ് അതെത്ര കടും ചുവപ്പായിരുന്നെങ്കിലും, രക്താംബരം പോലെ ചുവന്നതാണെങ്കിലും എന്താണ് അവിടെ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നു. ഒരു എൻകൗണ്ടർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ന്യായവിധിയുടെ എൻകൗണ്ടർ അല്ല. എന്നാൽ ന്യായവിധി ഒഴിവാകുന്നുമില്ല. ന്യായവിധി നമ്മൾ കടന്നു പോകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മാനസാന്തരപ്പെടുവാൻ തയ്യാറാണെങ്കിൽ, മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, രൂപാന്തരപ്പെടുവാൻ തയ്യാറാണെങ്കിൽ, നന്മ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാണെങ്കിൽ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യന്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു തന്നെ. അങ്ങനെ തയ്യാറാണെങ്കിൽ ദൈവം ഇന്നും ഒരു എൻകൗണ്ടറിന് തയ്യാറാണ് പ്രിയമുള്ളവരെ. ഇന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ, അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, കത്തോലിക്കനാകട്ടെ യാക്കോബക്കാരനാകട്ടെ പെന്തക്കോസ്തുകാരനാകട്ടെ CFC-കാരനാകട്ടെ, ആരുമായിക്കോട്ടെ, ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നമുക്കൊരു എൻകൗണ്ടർ ആവശ്യമാണ്. തീർച്ചയായിട്ടും ആവശ്യമാണ് പ്രിയമുള്ളവരെ. അത് നമ്മുടെ ഏത് അവസ്ഥയിലാണെങ്കിലും ഒരു എൻകൗണ്ടർ ആവശ്യമാണ്. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ന്യായവിധി നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ, എൻ്റെ കടുംചുവപ്പായ പാപവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ അവനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ, അതിൻ്റെ അവനെന്നെ എന്നെ കൂടെ നടക്കാനായിട്ട്, ഒരു ആഘോഷമാക്കാനായിട്ട് അത് പറ്റും. അതിനവൻ പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ പല രീതിയിലുള്ള ആദാം തൊട്ട് ഇങ്ങോട്ടുള്ള പാപം ചെയ്തവരെ, പാപം ചെയ്യാത്ത അല്ലെങ്കിൽ അനുസരിക്കുന്നവരെ, സമർപ്പിക്കുന്നവരെ ഓരോരുത്തരോടും ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് ഞാൻ പറയാൻ കാര്യം. ആകയാൽ നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ആ ഒരുക്കം ഒരു പക്ഷേ നമ്മൾ രാവിലെ കേട്ട ആ ടോൺ അനുസരിച്ച് ആയി പോകുന്നതിന് മുമ്പ്, ന്യായവിധിയുടെ ദൂതാകുന്നതിന് മുമ്പ് നമുക്ക് അവൻ്റെ സന്നിധിയിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാക്കാൻ കഴിയണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിനുവേണ്ടി കഴിയണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാനസാന്തരത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, വരുവിൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം, അതിനുവേണ്ടി വരുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അൺകണ്ടീഷണൽ ആണെന്നാണ് ഒരു പുതിയ ഉപദേശം. അതായത് നീ കാര്യങ്ങളൊന്നും പറയണ്ട, പാപം ഏറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ, അൺമെറിറ്റഡ് ഫേവർ, അൺകണ്ടീഷണൽ ആണ്. അതുകൊണ്ട് പാപം ഏറ്റു പറയുക എന്നുള്ളത് പൗലോസ് പറഞ്ഞിട്ടൊന്നുമില്ല. പാപം ഏറ്റു പറയണ്ട എന്നുള്ള ഉപദേശം അത് ബിബ്ലിക്കൽ അല്ല, അത് വേദപുസ്തകത്തിലെ കാര്യമല്ല. നമ്മൾ പാപം ഏറ്റു പറഞ്ഞാലേ പറ്റുള്ളൂ.
യേശു കർത്താവ് കാൽവറി ക്രൂശിൽ അന്ന് മരിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ സകല പാപങ്ങളും മോചിക്കപ്പെട്ടു. ശരിയാണ്. പക്ഷേ പാപങ്ങൾ ഏറ്റുപറയുവാനുള്ള ആഹ്വാനം കർത്താവ് നൽകിയിട്ടുണ്ട്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് ഒരു നിത്യ യാഥാർത്ഥ്യമാണ്. ഞാനതിന് ഒരിക്കലും എതിരല്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും അസുഖം ബാധിച്ച് ഇൻഫെക്ഷനായിട്ട് ചാകാറായി കിടക്കുമ്പോഴത്തേക്ക് ഒരു ഡോക്ടർ പറയാമെന്ന് വെച്ചോ, അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഇൻഫെക്ഷൻ ഇല്ലാതെയായി എന്ന് പറയുന്നത് പോലെയുള്ളത്. അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഇൻഫെക്ഷൻ ഇല്ലാതായോ? അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചത് കൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഇൻഫെക്ഷനിൽ തുടരേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് പെൻസിലിൻ നമ്മളുടെ ഇൻഫെക്ഷനെ ഇല്ലാതെയാക്കുവാൻ ശക്തിയുള്ളതാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? നമ്മുടെ ഇൻഫെക്ഷൻ മാറുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത് വിഡ്ഢിത്തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് സങ്കടം എന്ന് പറയുന്നത്, ഈ വിഡ്ഢിത്തങ്ങൾ കേൾക്കാൻ ആളുകളുമുണ്ട്. പാപങ്ങൾ ഏറ്റുപറയാന്നുള്ളത് വേദപുസ്തകത്തിന്റെ തത്വമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. അത് നിഷേധിച്ചാൽ, മാനസാന്തരത്തിനുള്ള ആഹ്വാനം നിഷേധിച്ചാൽ, അവിടെയാണ് നമ്മൾ ആമോസിന്റെ പ്രവചനത്തിലെ ഭാഗത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മൾ 4-ാം അധ്യായമാണല്ലോ ആമോസിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചത്. നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ 6-ാം വാക്യത്തിൽ, ഞാൻ അതിൻ്റെ 2-3 വാക്യങ്ങൾ, 6-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിൻ്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. പല്ലിന് വെടിപ്പെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് പല്ല് തേക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലതും കഴിച്ചിട്ട് വേണ്ടേ പല്ലിനിടയ്ക്ക് എന്തെങ്കിലും കയറാൻ. അതാണ് അവിടുത്തെ അർത്ഥം. പല്ലിന് വെടിപ്പെന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടും എന്നാണ് അവിടുത്തെ അർത്ഥം. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളും ഞാൻ പല്ലിൻ്റെ വെടിപ്പും എല്ലായിടത്തും അപ്പത്തിൻ്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. എങ്കിലേക്ക് തിരിഞ്ഞില്ല. മാനസാന്തരപ്പെടുവാനുള്ള അവസരം കൊടുത്തിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ല. ഇനി അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു, ദാഹം തീർന്നില്ലാതാനും, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം അവരുടെ ജീവിതത്തിൽ ഓരോരോ പ്രവൃത്തികളിലൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള സന്ദേശം നൽകുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും ദൈവം പലപ്പോഴും സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് ഇടിവെട്ടി ശബ്ദം കേൾപ്പിച്ച് മാത്രമൊന്നുമല്ല. നമുക്കങ്ങനൊരു ചിന്തയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ദൈവം കേൾപ്പിച്ചെന്നിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ദൈവം ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് നമ്മളോട് സംസാരിച്ചെന്നിരിക്കും, ഞാനതിന് എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ദൈവത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹങ്ങളും ദുരന്തങ്ങളുമാണ്, സംഭവങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ അതൊരു ലാംഗ്വേജാണ്. ആ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ദൈവം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവർ ദൈവത്തെ മറുതലിച്ചു പോയപ്പോൾ ദുരന്തങ്ങൾ നൽകി ദൈവത്തിങ്കിലേക്ക് തിരികെ വരുവാനുള്ള ആഹ്വാനമാണ് നൽകിയത്. അതായത് ദാറ്റ് വാസ് എ ലാംഗ്വേജ്. അതൊരു ഭാഷയായിരുന്നു, ദൈവത്തിൻ്റെ ഭാഷയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, മിസ്രയീമിൽ എന്നതുപോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു, നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു, നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി, നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറ്റുമാറാക്കി, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. അതാണ് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ദൈവം സോദോമിനെയും ഗൊമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് കർത്താവ്. യെറ്റ് യു ഹാവ് നോട്ട് റിട്ടേൺ ടു മീ. അതാണ് ന്യായവിധിയുടെ പശ്ചാത്തലം. അതായത് ഈ പറഞ്ഞതൊന്നും ന്യായവിധി അല്ലായിരുന്നെന്ന്. നിങ്ങളുടെ പല്ലിന് വെടിപ്പ് വരുത്തി, നിങ്ങളുടെ അപ്പത്തിന് കുറവ് വരുത്തി, നിങ്ങൾക്ക് ഒരു ഡിസാസ്റ്റർ അയച്ചു, മഹാമാരി അയച്ചു, ഉന്മൂലനാശം വരുത്തി, തീ കിടയ്ക്കുന്നൊരു കമ്പ് വലിച്ചെടുക്കുന്നത് പോലെ ഇടിച്ച് തകരാൻ പോയ വണ്ടിക്കകത്തു നിങ്ങളെ വലിച്ചു പുറത്തെടുത്തു എന്ന് ചിന്തിച്ചോ? നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീ കത്തുന്ന ഒരു വലിയ മഹാ അഗ്നിയിൽ നിങ്ങളെ വലിച്ചെടുത്തു. എന്നിട്ടും
ഇത് ദൈവത്തിൻ്റെ ഭാഷയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അപ്പം ഈ കാര്യങ്ങളൊന്നും എന്തല്ലായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ന്യായവിധി അല്ലായിരുന്നു, ഇതെല്ലാം ദൈവത്തിൻ്റെ ഭാഷയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ അടുത്തത് ന്യായവിധിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം അവസരങ്ങൾ തന്ന് 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇതിന് യോജിക്കുന്നതായ ഒരു ഭാഗം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിനുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഞാനങ്ങ് വായിക്കുകയാണ്. അവൻ ദൈവം സിദെക്കീയാവിനെ കുറിച്ചാണ് പറയുന്നത്. അവർ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയുമില്ല. ആദ്യം സിദെക്കീയാവ് എന്ത് ചെയ്തു? ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങൾ ചെയ്തു. നിങ്ങളെ ഭാഗം വായിക്കണം. ഞാൻ ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഈ വാക്യങ്ങളെല്ലാം ഓരോന്നായിട്ട് വായിക്കാത്തത്. പക്ഷേ നിങ്ങൾ ഈ ഭാഗം ഒന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ദൈവം ചിലപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരിക്കൽ ഒരു ടോക്ക് ഷോയ്ക്കകത്ത് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവത്തിന് ന്യായവിധിയുടെ ഭാഷയുള്ളൂ, അതിന് മുമ്പ് ദൈവം വേറെ ഭാഷയൊന്നും. ഞാൻ പറഞ്ഞു, ദൈവം ഒരിക്കലും ന്യായവിധി ന്യായവിധിയുടെ ഭാഷ ദൈവം ഒരിക്കലും ആദ്യം ഉപയോഗിക്കത്തില്ല. ന്യായവിധിയുടെ ഭാഷ അല്ല ദൈവം ഉപയോഗിക്കുന്നത്. ഇവിടെ സിദെക്കീയാവ് യഹോവയ്ക്ക് വിരുദ്ധമായി അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ ആദ്യം എന്താ സംഭവിച്ചത്? ന്യായവിധി അയക്കുകയല്ല, യിരെമ്യാ പ്രവാചകനെ അയച്ചെന്ന്. യിരെമ്യാ പ്രവാചകൻ ചെന്നിട്ട് പറഞ്ഞു, എന്ത് മോനെ, നീ കാണിക്കുന്നത് ശരിയല്ല. നിന്റെ പിതാക്കന്മാർ ജീവിച്ചതുപോലെ ജീവിക്കാൻ നീ പരിശ്രമിക്കണം. നിന്റെ പിതാക്കന്മാർ ഉദ്ദേശിക്കുന്നത് ദാവീദ് തൊട്ടുള്ള ബാക്കിയുള്ള ആളുകളെ പോലെ ജീവിക്കാനായിട്ട് നീ പരിശ്രമിക്കണം, ദൈവത്തെ അനുസരിക്കണം. ദൈവവചനം അവന് കൊടുത്തു. യിരെമ്യാ പ്രവാചകൻ ചെന്ന് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന് മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. പ്രിയമുള്ളവരെ, ദൈവം ന്യായവിധി അയക്കുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ലോകത്തിൽ ഒരു വ്യക്തിയെങ്കിലും ദൈവത്തിൻ്റെ വചനം സംസാരിക്കാതെ ന്യായവിധി അയച്ചു കൊന്നു ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്. അവൻ യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. ഇന്നും ദൈവസഭയിൽ തന്നെ യങ്ങായിട്ടുള്ള ആളുകളൊക്കെ വളരെ എങ്ങെന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. മെനി ടൈംസ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ തന്നെത്താൻ താഴ്ത്താതെ ഇരിക്കുന്ന ആളുകൾ, അവർക്ക് പേടിയില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാര്യം അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് അവർ അറിയുന്നില്ല. അവനെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതെ വണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. നോക്ക്, ആദ്യം വചനം അയച്ചു, വചനത്തിൻ്റെ മുമ്പിൽ താഴ്ത്തിയില്ലെന്ന് തന്നെയല്ല, ഹൃദയം കഠിനമാക്കി. ആദ്യം വചനം കേട്ടിട്ട് താഴ്ത്തിയില്ല. രണ്ടാമത് വചനം കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. വേറെ പറഞ്ഞു നോക്ക്, എനിക്ക് വേറെ കാര്യമുണ്ട്, നിങ്ങൾ പറയുന്ന ഓരോ നല്ല കാര്യങ്ങൾ. അവൻ ഹൃദയത്തെ കഠിനമാക്കി. ആദ്യം വചനം കേട്ടിട്ട് താഴ്ത്തിയില്ല, ഇപ്പൊ വചനം കേൾക്കാൻ തന്നെ അവൻ തയ്യാറാകുന്നില്ല. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരൂശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച് അവന്റെ ആലയത്തെ അശുദ്ധമാക്കി. നോക്ക്, കളി ടെമ്പിളിനോടായി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പേഴ്സണൽ ലൈഫിൽ, സാമൂഹ്യ ജീവിതത്തിൽ, പിന്നെ ഇപ്പം എങ്ങോട്ടായി? സഭയിലും കയറി കളി തുടങ്ങി. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഈ തലമുറയിൽ നാശത്തിലേക്ക് പോകുന്നവരുടെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊരു സീക്വൻസ് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒന്ന്, ദൈവം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ പാപങ്ങളിൽ അവർ പോകുമ്പോൾ ദൈവം അവർക്ക് മുന്നറിയിപ്പുകളെ നൽകുന്നു. എന്നാൽ ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ വീണ്ടും മുന്നറിയിപ്പുകൾ വരുമ്പോൾ അവർ ഹൃദയം കഠിനമാക്കുന്നു. ഹൃദയം കഠിനമാക്കുക തന്നെയല്ല, ദൈവ വചനം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ദൈവസഭയെ തന്നെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങുന്നു? അതിനെ അവരുടെ കൈക്കലാക്കാനും അല്ലെങ്കിൽ അതിനെ അശുദ്ധമാക്കാനും. അതായത് ഇവനൊക്കെ ഇതിനകത്തൊന്നും പോയായിരുന്നേ വേണ്ടിയല്ല, ഇട്ടേച്ച് പോയായിരുന്നേ ഇത്രയും കുഴപ്പമില്ല. ഇവരെന്ത് ചെയ്യുന്നു? യഹോവ വിശുദ്ധീകരിച്ച തൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതയും പോലെ വളരെ അകൃത്യം ചെയ്തു. പുരോഹിതന്മാരുൾപ്പെടെ, നേതാക്കന്മാരുൾപ്പെടെ, ഇതിൻ്റെ പേരിൽ നടക്കുന്നവരെ, ലീഡേഴ്സ്, അവരുൾപ്പെടെ ദൈവസഭയെ മറ്റുള്ളവരുടെ മുമ്പിൽ മ്ലേച്ഛതയോടുകൂടെ അവർക്ക് കാണത്തക്ക നിലയിൽ
യഹോവയുടെ നാമത്തെ അശുദ്ധമാക്കി അവരുടെ പിതാക്കന്മാരുടെ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ദൈവത്തിന് സഹതാപം തോന്നിയിട്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം, സഹതാപം തോന്നിയിട്ട് അവൻ വീണ്ടും അവൻ്റെ ദൂതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച്, അടുത്ത വാക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. ആ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ഉപശാന്തി ഇല്ലാതാകുവോളം. പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യൂദായുടെ പുസ്തകം 23-ാം വാക്യം വായിക്കുന്നൊരു വാക്യമുണ്ട്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പാരഫ്രൈസ് വേർഷൻ പറയുന്നത്, സ്റ്റേ വിതിൻ ദ ബൗണ്ടറി വെർ ഗാഡ്സ് ലവ് കൻ റീച്ച് ആൻഡ് ബ്ലസ് യു. ദൈവത്തിൻ്റെ സ്നേഹത്തിന് എത്തിപ്പിടിക്കാവുന്ന പരിധിയിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് എത്തിപ്പിടിക്കാവുന്ന പരിധിയിൽ, അവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയപ്പെടാവുന്ന പരിധിയിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ദർ ഇസ് എ ബൗണ്ടറി, അതിന് ഒരു സംശയമില്ല. തീർച്ചയായും ദർ ഇസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഞാനതിന് നമുക്ക് പറഞ്ഞെടുത്താണ്, എനിക്ക് 1 കിലോമീറ്റർ നീന്താൻ കഴിവുണ്ടെങ്കിൽ ഞാൻ 1/2 കിലോമീറ്ററേ നീന്താവൂ. കാര്യം എനിക്ക് 1/2 കിലോമീറ്റർ തിരിച്ചു വരാനായിട്ടുണ്ട്. വെൻ ഐ ക്രോസ് ഹാഫ് ദ കിലോമീറ്റർ, ഞാൻ 1/2 കിലോമീറ്റർ നീന്തി കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് കൂടെ എടുക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്ന വാക്കാണ്, ആ ഒരു പോയിന്റ് പറയുന്നത്, ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. അല്ലാതെ 1 കിലോമീറ്റർ പോയിട്ടല്ല പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആകുന്നത്. ഏത്? 1/2 കിലോമീറ്റർ പോകുമ്പോൾ തന്നെ പോയിന്റ് ഓഫ് തിരിച്ചു വരാൻ കഴിയാത്ത, പാപവുമായിട്ട് കളികൾ നടത്തുന്ന ആളുകളെ കാണുമ്പോഴെല്ലാം ഞാൻ ഓർക്കുന്നൊരു വാക്യം ഇതാണ്, വിശ്വാസികളും അവിശ്വാസികളും എല്ലാം കളിച്ച് നടക്കുകയാണ്. ദേ ആർ പ്ലേയിങ് വിത്ത് സിൻ. ഓ സാരമില്ല, ഐ ക്യാൻ കം ബാക്ക്, എനിക്ക് മടങ്ങി വരാം, സാരമില്ല ബ്രദറെ, ഓ നമ്മളിപ്പോൾ ഇങ്ങനെ പോയായിരുന്നു. സി യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വി ആർ ക്രോസിംഗ് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ഉപശാന്തി ഇല്ലാതാകും വണ്ണം അതിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ്. അത് ദൈവം ജാതികളോടും വിശ്വാസികളോടും എല്ലാം ഒരുപോലെ പറയുന്നു. ജാതികളോടും വിശ്വാസികളോടും ഒരുപോലെ ഇടപെടുന്നവനായ ദൈവം, അതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷേ ഇത് അവിശ്വാസികളോടുള്ള ഒരു ദൂതായിട്ട് നമ്മൾ തള്ളിക്കളയരുത്, ലോകത്തോടുള്ള ഒരു ദൂതായിട്ട് തള്ളിക്കളയരുത്. ദൈവം നമ്മളോട് കരുണയോടുകൂടെ മടങ്ങി വരുവാൻ ഇടപെടുന്ന ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അവൻ്റെ വചനത്തെയും അവൻ്റെ പ്രവാചകന്മാരെയും അവൻ നമുക്ക് നൽകുന്ന അവൻ്റെ ഉപദേശങ്ങളെയും നിസാരവൽക്കരിച്ച് ഉപശാന്തിയില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകരുത്. ദൈവവുമായിട്ട് നമുക്കൊരു എൻകൗണ്ടർ ആവശ്യമാണ്. യെസ്, ആ എൻകൗണ്ടർ ന്യായവിധിയുടെ എൻകൗണ്ടർ ആകേണ്ട കാര്യമില്ല. പലപ്പോഴും ആളുകൾ ന്യായവിധിയുടെ, ശരിക്കും ഇവിടെ ആമോസ് ഇത് പറയാൻ കാര്യം, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല, അങ്ങനെ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് 4 പ്രാവശ്യം പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനിത് നിന്നോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ ദൈവത്തിൻ്റെ ലാംഗ്വേജ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും മനസ്സിലാക്കി മടങ്ങി വന്നിരുന്നെങ്കിൽ ഈ ന്യായവിധിയുടെ സന്ദേശം ആവശ്യമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സന്ദേശം നമ്മുടെ കാതിൽ മുഴങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അവനുമായിട്ടുള്ള ഒരു സ്മൂത്ത് എൻകൗണ്ടറാണ്. ഒരു സ്മൂത്ത് എൻകൗണ്ടർ. ന്യായവിധിയുടെ എൻകൗണ്ടറിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം? മടങ്ങി വരിക. എന്തിനു വേണ്ടിയാണ്? ആ ന്യായവിധി നമ്മുടെ മേൽ പതിക്കാതിരിക്കേണ്ടതിന്. ന്യായവിധി ഒരു യാഥാർത്ഥ്യമാണ്, തീർച്ചയായും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എൻകൗണ്ടർ എപ്പോഴും ന്യായവിധിയുടേതാകണമെന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ അവനുമായിട്ടുള്ള എൻകൗണ്ടർ ഒരു ആഘോഷമാക്കാം. ഒരു പക്ഷേ ഇപ്പോൾ അതിനായിരിക്കും സന്ദർഭം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, കർത്താവേ, നീയുമായിട്ടുള്ള എൻകൗണ്ടർ എനിക്ക് ആവശ്യമാണ്, എനിക്കതൊരു ആഘോഷമാക്കണം. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം വീണ്ടും എൻകൗണ്ടർ തരുന്നുണ്ട്, മടങ്ങി വരാനുള്ള എൻകൗണ്ടർ. നിങ്ങളതിനെ അനുസരിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ആ എൻകൗണ്ടർ നിങ്ങളെ എന്താക്കി തീർക്കുകയാണ്? അവൻ്റെ പ്രതിനിധിയാക്കി തീർക്കുകയാണ്.
നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവൻ്റെ പ്രതിനിധിയാണ്. നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവൻ്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. ഇന്ന് എങ്ങനെ ഒരു എൻകൗണ്ടറാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? എങ്ങനെ ഒരു കണ്ടുമുട്ടലാണ്, എങ്ങനെ ഒരു ഇടപെടലാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഓരോരുത്തരോടും ദൈവം വ്യത്യസ്തമായിട്ട് ഇടപെടുന്നു. ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം പാപികളാണോന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം വളരെ സത്യമാണ്, നമുക്കെല്ലാവർക്കും ഇന്നൊരു എൻകൗണ്ടർ ആവശ്യമാണ്. എല്ലാവർക്കും ആവശ്യമാണ് ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ. മാറി നിന്നുള്ളൊരു കണ്ടുമുട്ടലല്ല, അടുത്തുള്ള ഇടപെടൽ, സംസർഗം. ഒരു പക്ഷേ നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും വരികയും എല്ലാം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും നരകത്തിൽ പോകുന്ന സ്വർഗത്തിൽ പോകുന്നതൊന്നും വിധിക്കാനല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ എത്ര ശക്തമാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് നമുക്കൊരു ആഘോഷമായിട്ടുണ്ടോ? അവൻ നമ്മുടെ കൈ പിടിച്ച് നടക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ആദ്യമേ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നില്ല എങ്കിൽ, മാനസാന്തരത്തിന് ദൈവം നൽകുന്ന സാഹചര്യങ്ങളെ നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ, അവൻ നമ്മുടെ മേൽ കരുണ തോന്നിയിട്ട് അയച്ചു തരുന്ന ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, അവൻ പല അവസരങ്ങൾ നമുക്ക് തരും. ആദ്യം ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല, പക്ഷേ ഉപശാന്തി ഇല്ലാതാകും വണ്ണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇന്ന് നമുക്ക് കർത്താവ്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും സന്ദർഭത്തിൽ സാരമില്ല പിന്നീടാകട്ടെ എന്ന് ചിന്തിക്കുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അവസരമായിട്ട് അതിനെ എടുക്കണം. അവൻ്റെ ഭാഷയെ മനസ്സിലാക്കണം. അവൻ നമ്മളോട് ഇടപെടുന്ന ഇടപെടലുകളെ മനസ്സിലാക്കണം. ഒരു കണ്ടുമുട്ടൽ അവനുമായിട്ട് ഇന്ന് അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ദൈവസന്നിധിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ദൈവത്തിൻ്റെ സന്നിധി പറ, കർത്താവേ, ഞാൻ പലപ്പോഴും ഓടിപ്പോയി, നിന്നിൽ നിന്ന് ഓടിപ്പോയി, ഞാൻ നിൻ്റെ വചനത്തെ കാര്യമായി ഗണിച്ചില്ല, എനിക്ക് മടങ്ങി വരവ് ആവശ്യമാണെന്ന് നിങ്ങൾ പറയുക. ഇനി അതല്ല, നിങ്ങൾ ദൈവവുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നെങ്കിൽ തന്നെ നമ്മുടെ എൻകൗണ്ടർ കുറച്ചുകൂടെ ആഘോഷമാക്കണമെങ്കിൽ, എനിവേ, ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ ആവശ്യമുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ, എനിക്കൊരു കണ്ടുമുട്ടൽ ആവശ്യമുണ്ട്, കുറെ കൂടെ ആഴത്തിലുള്ള ഒരു കണ്ടുമുട്ടൽ. പലപ്പോഴും ഞാൻ മാറി നിന്നിട്ടുണ്ട്, പക്ഷേ നീ എൻ്റെ കൈ പിടിച്ച് എന്നെ നടത്തുന്ന നിലയിലുള്ള, ഹല്ലേലൂയ, നിൻ്റെ പ്രതിനിധിയാകുന്ന, അതിനുവേണ്ടി ഞാൻ അനുസരണത്തിനായിട്ട് എന്നെ സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ കൈ പിടിച്ച് നീ എന്നെ നടത്തുന്ന എനിക്കൊന്ന് മനസ്സിലാക്കണം. നിൻ്റെ പ്രതിനിധിയാകുവാനായിട്ട് എനിക്ക് അനുസരണം ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യെസ് ലോർഡ്, ഞാൻ അതിനുവേണ്ടി അനുസരിക്കാൻ തയ്യാറാണ്. അതുമല്ല കർത്താവെ, പൂർണ്ണ സമർപ്പണം ഞാൻ നടത്തുമ്പോഴാണ് എനിക്ക് നിൻ്റെ പ്രഭുവാകുവാൻ കഴിയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. എൻ്റെ സ്വയത്തെ എല്ലാം മാറ്റി കർത്താവെ, ആ യബ്ബോക്ക് കടവിൻ്റെ തീരത്ത് ഒറ്റയ്ക്കിരുന്നപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെനിയേൽ അനുഭവം നീ കൊടുത്തതുപോലെ നിൻ്റെ മുഖം കാണുകയും നിന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവെ ഇസ്രായേലായിട്ട് പുറത്തു വരികയും ചെയ്യുന്ന ഒരു എൻകൗണ്ടർ എനിക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു എൻകൗണ്ടർ ആവശ്യമുണ്ട്, എല്ലാവർക്കും ആവശ്യമുണ്ട്. എത്ര പേര് കരങ്ങളെ ഉയർത്തി പറയും, കർത്താവെ, ഒരു ആഴത്തിലുള്ള ഒരു എൻകൗണ്ടർ എനിക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കുറെ കൂടെ ആഴമുള്ള ഒരു എൻകൗണ്ടർ എനിക്ക് ആവശ്യമുണ്ട് കർത്താവെ. കർത്താവെ, നിന്നെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന, പ്രസാദിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വലിയ, ഓ ഹല്ലേലൂയ, നിന്റെ സാമീപ്യത്തെ അനുഭവിച്ചറിയുന്ന, നിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന, ഓ നിന്റെ ആ വിശാല ലോകം എന്നെ കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ കൊണ്ട് നടക്കുന്ന, ഓ നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ട കർത്താവെ? ഞാൻ പൂർണ്ണമായ അനുസരണത്തിന് ഏൽപ്പിക്കുന്നു, സമർപ്പണത്തിൽ കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ. എൻ്റെ സ്വയം എനിക്ക് വേണ്ട, എൻ്റെ ശക്തിയിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ ടാക്ടിക്സ് എല്ലാം ഞാൻ മാറ്റിയിരിക്കുന്നു, എൻ്റെ ഉപായമെല്ലാം ഞാൻ മാറ്റിയിരിക്കുന്നു കർത്താവെ. നിന്റെ പ്രഭുവായിട്ട് നിന്റെ പിന്നാലെ ഞാൻ വരിക കർത്താവെ. ഒരു മുടന്തുള്ള കാലാണ് എനിക്കുള്ളതെങ്കിലും എനിക്ക് വിഷയമല്ല, പക്ഷേ ഞാൻ നിന്റെ പ്രഭുവായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എന്നെ തകർക്കുന്നതാണ് നിനക്കിഷ്ടമെങ്കിൽ, അതാണ് നീയുമായിട്ടുള്ള എൻകൗണ്ടർ എനിക്ക് തരുന്നതെങ്കിൽ അതും എനിക്ക് വിഷയമല്ല കർത്താവേ. പക്ഷേ എനിക്ക് നിന്റെ സാമീപ്യം വേണം, സൗഹൃദം വേണം കർത്താവേ, നിന്റെ പ്രതിനിധിയാകണം. ഹല്ലേലൂയ. നിന്റെ കൃപ എനിക്ക് വേണം കർത്താവേ. അവിടുത്തെ എല്ലാ നന്മകൾക്കായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ.